രാഘവ, എന്തേ? ഞാനൊരു നമ്പർ കാണിച്ചു തരാം. നീ ഇവിടെ നിന്നാ മതി. അതെന്താ? നിന്നെ കണ്ടാ ചിലപ്പോ ഞാൻ കുളിച്ചിട്ടില്ലാന്ന് വിചാരിച്ചല്ലോ. ക്ഷമിക്കണം ഭാർഗവി, ഞാൻ കുറച്ച് വൈകിപ്പോയി. ഞാനും വൈകി. ഇതാണ് മനപ്പൊരുത്തം എന്ന് പറയുന്നത്. സത്യം പറ ഭാർഗവി, ഒറ്റത്തടിയായി ജീവിക്കുന്ന നിനക്ക് ഒരാൺതുണ വേണമെന്ന് ആഗ്രഹമില്ലേ? ഭാർഗവി, സകല ആഗ്രഹങ്ങളെയും പിടിച്ചുകെട്ടി പൊട്ടാത്ത ചട്ടി പോലെ സൂക്ഷിക്കുന്ന നിന്റെ ഈ ശരീരത്തിന് ഒരാണിന്റെ ചൂട് വേണമെന്ന് മോഹമില്ലേ? ഈ തുടിക്കുന്ന ഹൃദയം വല്ലഭേട്ടനെ സ്വന്തമാക്കണമെന്ന് 100 വട്ടം കൊതിച്ചിട്ടില്ലേ ഭാർഗു? ചട്ടി പൊട്ടിയാനിപ്പ കോളാമ്പി ചട്ടി. ചട്ടി ചുട്ടതടാ. നമ്പർ എന്തായി? അടിയിപ്പ കൊട്ടേതെ. അത് ഞാൻ കണ്ടു. ചട്ടി പൊട്ടിയുണ്ടല്ലോ. തൽക്കാലം ഇനി ബോഡി ടച്ചിങ് ഒന്നും വേണ്ട. നോക്കി നിന്ന് രസിച്ചാ മതി, അല്ലെങ്കിൽ ചട്ടി ഇനിയും പൊട്ടും. പോടത്തണ്ടി. എന്താ പറഞ്ഞ? പോടത്തണ്ടിന്ന്. അങ്ങനെ മര്യാദക്ക് പറ. വരട്ടെ. എത്ര കാലം വെച്ച എന്റെ കുട്ടി കഷ്ടപ്പെടണേ. ഒക്കെ സമയദോഷ. കല്യാണം എന്നൊക്കെ പറഞ്ഞതൊരു യോഗ. എന്നെ കുറിച്ച് ഓർത്ത് മുത്തശ്ശി വിഷമിക്കണ്ട. എല്ലാം ഉള്ളിൽ ഒതുക്കി മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള നിന്റെ ജീവിതം കാണുമ്പോ ചങ്ക് നേറുക മോളെ. ദേവി, ഈ നാടിന്റെ രക്ഷകനെന്ന് വന്നാ മതിയായിരുന്നു. ഇവിടെ സമ്പൽ സമൃദ്ധി ഉണ്ടായ എന്റെ മോളും രക്ഷപ്പെടുമല്ലോ. കുട്ടി എന്താ ഇത്ര വൈകിയത്? മുത്തശ്ശി, അത് ഞാൻ കുളിക്കാൻ പോയ വഴിക്ക് അങ്ങോട്ട് പോവും. കാവില് വിളക്ക് കത്തിക്കണമെന്ന് അറിയില്ലേ നിനക്ക്? ചെല്ല്. ഒന്ന് രണ്ട് തെറ്റി. അങ്ങനെയല്ല, താളം തെറ്റി. ഞാൻ വായിക്കുന്ന നോക്കിയിരിക്കേ. താ തീ കൃതകൃതോം തീ കൃതകൃതോം കൃതകൃതോം കുതത്തി തരികതത്തി തരികതത്തി തരികതാ തീ കൃതകൃതോം തീ കൃതകൃതോം കൃതകൃതോം കുതത്തി തരികതത്തി തരികതത്തി തരികതാ തീ കൃതകൃതോം തീ കൃതകൃതോം കൃതകൃതോം കുതത്തി തരികതത്തി തരികതാ. മോൻ വിഷമിക്കണ്ട, അച്ഛനെല്ലാം പഠിപ്പിച്ചു തരാം കേട്ടാ. മുത്തശ്ശി, എന്തു പറ്റി? ഈ ഗ്രാമം നശിക്കും കുട്ടി. നമ്മുടെ കുലം മുടിയും. മുത്തശ്ശി എന്തൊക്കെയാ പറയണേ? സ്വപ്നത്തെ ഞാൻ കണ്ടതാ. ദേവിയുടെ കോപം അടങ്ങിയിട്ടില്ല. എല്ലാം തോന്നല. മുത്തശ്ശി കിടന്നോ? ഈശ്വര, ഞങ്ങൾ കാത്തിരിക്കുന്ന രക്ഷകൻ എത്തിയാ മതിയായിരുന്നു.
നിന്നോടാ പറഞ്ഞത് ലൈറ്റ് സാറേ നിക്ക് 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 ഇനി മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല എന്നാ പുറകോട്ട് പോവാം നിങ്ങളുടെ അശ്രദ്ധ മൂലമാണ് അവൻ രക്ഷപ്പെട്ടത്. എത്രയും പെട്ടെന്ന് അവനെ കസ്റ്റഡിയിൽ എടുത്തില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്യും. യെസ് സാർ അയ്യോ ഇങ്ങോട്ട് വന്നേ ഞാനൊരു കാര്യം പറയാം പണി പോകുന്ന കാര്യ അവിടെ നില്ല് ഇതിനപ്പുറം കുടവള്ളൂർ ഗ്രാമമാണ് അവിടെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അവിടെ ഈ പോലീസ് വേഷത്തിൽ ചെന്നാ അവര് നമ്മളെ പെട്ടെന്ന് തിരിച്ചറിയും അതുകൊണ്ട് വേഷം മാറുന്നതാണ് നല്ലത് അത് നല്ല ഐഡിയ എടാ രാഘവ ഞാൻ സ്റ്റഡിയാടാ അപ്പൊ ഞാനോ? എന്നെ പിടിക്കണ്ടാ അവൻ പിടിക്കില്ല. ആരാ വേലിയിട്ടേക്കണ ഇവിടെ അത് വേല് മതിലാണ്. ടോർച്ചെടുക്കണ ആരാ മോളിന്ന് അത് ചന്ദ്രേട്ടനാ. അപ്പൊ നമുക്ക് കാലത്ത് കാണാം. ഗുഡ് നൈറ്റ്. ഓക്കെ